ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതു മുതൽ പാകിസ്ഥാൻ ഉയർത്തുന്ന ഏറ്റവും വലിയ ഒരു അവകാശവാദമുണ്ട്. അവർ ഇന്ത്യയുടെ റാഫേൽ വിമാനം വെടിവെച്ചിട്ടു എന്ന്. നമ്മുടെ നാട്ടിലെ ചില ഓൺലൈൻ ചാനലുകളും ചില തൽപരകക്ഷികളും അത് അവരേക്കാൾ ആവേശത്തോടെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ വലിയ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വലിയ രീതിയിൽ വിഡ്ഢികളാക്കുകയാണ് ചെയ്തത്. അവർ കരുതിയത് അവർ ശരിക്കും ഒരു റഫാൽ വിമാനം വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ്. അതുപോലെ വർഷങ്ങളായി ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഖത്തറും മറ്റ് ചില രാജ്യങ്ങളും 800 കോടിക്ക് വാങ്ങിയ റാഫേൽ ഇന്ത്യ എന്തിന് 1600 കോടി രൂപ കൊടുത്തു വാങ്ങി എന്ന്. ഇതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? എന്താ, റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ ചോദ്യം തന്നെ ആദ്യം അഡ്രസ്സ് ചെയ്യുക. അതായത് ഇന്ത്യ എന്തുകൊണ്ടാണ് വലിയ വില കൊടുത്ത് ഈ വിമാനം വാങ്ങിയത് എന്ന്. മറ്റുള്ള രാജ്യങ്ങൾ കൊടുത്തതിൻ്റെ 2-3 ഇരട്ടി കൊടുത്തെങ്കിൽ അതിലെന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടാകും എന്നൊരു സംശയം. അങ്ങനെയാണല്ലോ പല സർക്കാർ പർച്ചേസുകളും ഇവിടെ നടക്കുന്നത്. 100 രൂപ വിലയുള്ള സാധനം 300 രൂപയ്ക്ക് വാങ്ങുക, ആ അധികമായി ലഭിക്കുന്ന 200 രൂപ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വീതിച്ച് നൽകുക. കൂട്ടുകാരെ, ഒരു കാറ് വാങ്ങുന്നത് പോലെയോ ബൈക്ക് വാങ്ങുന്നത് പോലെയോ അല്ല ഡിഫൻസ് പർച്ചേസ് എന്ന് പറയുന്നത്. നമ്മളൊരു വിമാനമോ ആയുധമോ എന്തുമാകട്ടെ വാങ്ങാൻ തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങൾ പലതുണ്ട്. നമ്മുടെ സുരക്ഷാ ആവശ്യങ്ങൾ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഈ വിമാനം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആയുധങ്ങൾ, റേഞ്ച് ഒക്കെ വേണം. നമുക്കാവശ്യമായ രീതിയിൽ വിമാനം കസ്റ്റമൈസ് ചെയ്യണം. നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ഭീഷണികൾ, നാം സുരക്ഷിതമാക്കേണ്ട അതിർത്തികൾ, ശത്രുക്കളുടെ കരുത്ത്, അവരുടെ ആയുധങ്ങൾ ഒക്കെ അനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ആ വിമാനത്തിനുണ്ടായിരിക്കണം. ഖത്തറിൻ്റെയോ ഇസ്രയേലിൻ്റെയോ സെക്യൂരിറ്റി പാരാമീറ്റേഴ്സ് അല്ല ഇന്ത്യയുടേത്. ഇന്ത്യ വളരെ വലിയ രാജ്യമാണ്. കാക്കേണ്ട അതിർത്തികൾ 4000 കിലോമീറ്ററിലധികമുണ്ട്. 2 പ്രബലരായ ശത്രു രാജ്യങ്ങൾ അയൽക്കാരായിട്ടുണ്ട്. 5000 കിലോമീറ്ററോളം നീളുന്ന കടൽത്തീരമുണ്ട്. 145 കോടി ജനങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് വേണം നമ്മുടെ പർച്ചേസുകൾ ഫൈനലൈസ് ചെയ്യാൻ. ഇതെല്ലാം കണക്കാക്കിയുള്ള പ്രത്യേക ആയുധങ്ങളും ടെക്നോളജികളും നമ്മൾ വാങ്ങുന്ന വിമാനങ്ങൾക്കും വേണം. അതായത് ഖത്തർ വാങ്ങിയ റഫാൽ ആയിരിക്കില്ല നമ്മുടേത്. റഫാൽ വിമാനത്തിൻ്റെ ബേസിക് പ്രൈസ് 600-700 കോടിയാണ്. എന്നാൽ അത് വിമാനത്തിൻ്റേത് മാത്രമാണ്. ആ വിലയ്ക്ക് വിമാനം വാങ്ങിയാൽ വെറുതെ പറത്തിക്കളിക്കാം എന്നല്ലാതെ ആവശ്യത്തിന് ഉപകരിക്കില്ല. ഒരു യുദ്ധവിമാനം പൂർണ്ണമാകണമെങ്കിൽ അതിൽ ആയുധങ്ങൾ, മിസൈലുകൾ, ബോംബുകൾ, റഡാറുകൾ ഒക്കെ വേണം. ഇതെല്ലാം കൂട്ടുമ്പോൾ ഈ വിമാനത്തിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ ആയുധത്തിൻ്റെയും വില കോടികളാണ്. കാറിൻ്റെ വിവിധ മോഡലുകൾ വാങ്ങുമ്പോഴുള്ള വില വ്യത്യാസം പോലെ അല്ല ഇത്. എന്താണ്, നമുക്കറിയാം, ഒരു മോഡലിലാണെങ്കിൽ പവർ വിൻഡോ ഉണ്ടാവില്ല, അടുത്ത മോഡലിൽ പവർ വിൻഡോ ഉണ്ടാകും, ബാക്ക് വൈപ്പർ ഉണ്ടാകും, അലോയ് വീലുകൾ ഉണ്ടാകും. ഇതിനനുസരിച്ച് 50,000, 1,00,000 രൂപ വീതം വിലയ്ക്കൊക്കെ വ്യത്യാസം വരും. എന്നാൽ ഇതങ്ങനെയല്ല. എല്ലാ സ്പെസിഫിക്കേഷനോടും കൂടി ഫുൾ ലോഡഡായ ഒരു പോർ വിമാനത്തിൻ്റെ വില ബേസിക് വിമാനത്തിൻ്റെ 2-3 ഇരട്ടിയായിരിക്കും. ഇങ്ങനെയാണത് സംഭവിക്കുന്നത്. ഇന്ത്യ വാങ്ങിയ റഫാലിൻ്റെ പ്രത്യേകതകൾ ഫ്രാൻസ് ഉപയോഗിക്കുന്ന റഫാലിന് പോലുമില്ല. എന്തൊക്കെയാണ് ഇന്ത്യ വാങ്ങിയ റഫാലിൻ്റെ പ്രത്യേകതകൾ എന്നത് സൈനിക സുരക്ഷാ രഹസ്യമാണ്. അത് പുറത്തുവിടാൻ കഴിയില്ല. അങ്ങനെ പുറത്തു വന്നാൽ അതിൻ്റെ ഗുണം ആർക്കാണ്? ശത്രു രാജ്യങ്ങൾക്കാണ്. അതുകൊണ്ടാണ് അത് ഡീക്ലാസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് സമീപിച്ചപ്പോൾ സുപ്രീം കോടതി അത് ചുരുട്ടിക്കൂട്ടി കൊട്ടയിലെറിഞ്ഞത്. അറിഞ്ഞ ഒരു പ്രത്യേകത പറയാം. ഈ വിമാനത്തിൻ്റെ പൈലറ്റ് ഉപയോഗിക്കുന്ന ഹെൽമെറ്റ്, പൈലറ്റിന് കണ്ണിൻ്റെ ചലനം കൊണ്ട്, റെട്ടിനയുടെ ചലനം കൊണ്ട് നിയന്ത്രിക്കാവുന്ന നാവിഗേഷൻ സിസ്റ്റമാണ് ആ ഹെൽമെറ്റിനുള്ളത്. ആ ഒരു ഹെൽമെറ്റിന് മാത്രം വില 1 കോടിക്കടുത്താണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ
റഫാൽ വെടിവെച്ചു വീഴ്ത്തി എന്ന രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ ആക്ഷേപത്തിൻ്റെ മുനയൊടിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിമാനത്തിലുള്ള മറ്റൊരു കിടിലൻ ടെക്നോളജി ഉണ്ട്. അതാണ് ടൗഡ് ഡീകോയ് സിസ്റ്റം. ഇത് വെച്ചാണ് റഫാൽ പാകിസ്ഥാനെ വിഡ്ഢിവേഷം കെട്ടിച്ചത്. ഈ ടൗഡ് ഡീകോയ് എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ അമ്മോ എന്നൊന്നും ഞെട്ടണ്ട കേട്ടോ. ടോവിങ് എന്നാൽ നമുക്കറിയാം, നോ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്താൽ പോലീസ് വന്ന് വണ്ടി കെട്ടിവലിച്ച് യാർഡിൽ കൊണ്ടുപോകുന്ന ആ ഏർപ്പാട് തന്നെ. ബ്രേക്ക് ഡൗൺ ആയ വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതും ടോവിങ് ആണ്. അതായത് എന്തിനെയെങ്കിലും കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന ഏർപ്പാടിനാണ് ടോവിങ് എന്ന് പറയുന്നത്. ഡീകോയ് എന്ന് പറഞ്ഞാൽ പറ്റിക്കുക, കബളിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ടൗഡ് ഡീകോയ് എന്നാൽ കെട്ടിവലിച്ച് കബളിപ്പിക്കുക എന്ന് മാത്രമാണ് അർത്ഥം. ഇത്രയേ ഉള്ളോ? ഇതിലെന്താ ഇത്ര കാര്യം? സൂപ്പർസോണിക് വേഗതയിൽ പോകുന്ന ഒരു വിമാനത്തിൻ്റെ പിന്നിൽ എന്തോന്ന് കെട്ടിവലിച്ചുകൊണ്ട് പോകാൻ? അതിലേക്ക് നമുക്ക് പുറകെ വരാം. ഒരു യുദ്ധവിമാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ശത്രുവിൻ്റെ റഡാറുകൾ, അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം, വിമാനവേധ മിസൈലുകൾ, ഇവയെ വെട്ടിക്കുക, അതിജീവിക്കുക എന്നതാണ് പരമപ്രധാനം. റാഫേൽ വിമാനങ്ങൾ 5ാം തലമുറത്തെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലെ പൂർണ്ണമായും റഡാറുകൾക്ക് അദൃശ്യമാവില്ല. എങ്കിലും അവയുടെ റഡാർ ക്രോസ് സെക്ഷൻ കുറവാണ്. ആ റഡാർ ക്രോസ് സെക്ഷൻ കുറവായതുകൊണ്ട് തന്നെ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് സാധാരണ വിമാനങ്ങൾ ഒരു 200 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ, റഡാറുകൾക്ക് ദൃശ്യമാകുമെങ്കിൽ, റഫാൽ വിമാനം ഒരു 100 കിലോമീറ്ററെങ്കിലും എത്തിയെങ്കിലേ അത് റഡാറിന് പൂർണ്ണമായി മനസ്സിലാക്കുകയുള്ളൂ. അതായത് അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ കുറവാണ്. ഇനി റഡാർ അതിനെ കണ്ടെത്തി, റഡാർ ലോക്ക് ചെയ്തു. റഡാർ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങലയിട്ട് കെട്ടിന്നൊന്നും അല്ല കേട്ടോ, ഈ അടുത്ത കാലത്തൊക്കെ പറഞ്ഞ് നടക്കുന്ന പോലെ. അതായത് പൂർണ്ണമായും റഡാറിൻ്റെ നിരീക്ഷണ പരിധിയിൽ അത് വന്നു. അങ്ങനെ റഡാർ ലോക്ക് ചെയ്താൽ മിസൈൽ സിസ്റ്റം ആക്റ്റീവ് ആകും. ആദ്യകാലത്ത് ഇൻഫ്രാറെഡ് സെൻസിങ് മിസൈലുകളാണ് ഉണ്ടായിരുന്നത്. അതായത് വിമാനത്തിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്ന ചൂടിനെ സെൻസ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോയി വിമാനം എത്ര വെട്ടിത്തിരിഞ്ഞാലും പിന്തുടർന്ന് തകർക്കുന്ന ഹീറ്റ് സീക്കിംഗ് മിസൈലുകൾ. ഇവ വളരെ ലളിതമാണെങ്കിലും കബളിപ്പിക്കാൻ എളുപ്പമാണ്. മിസൈൽ ലോക്ക് ചെയ്യപ്പെട്ടതറിഞ്ഞാൽ ഉടൻ വിമാനത്തിൽ നിന്ന് വളരെ ചൂട് കൂടിയ തീഗോളങ്ങൾ ഇങ്ങനെ താഴേക്ക് വരും. ഇവയ്ക്ക് എഞ്ചിനേക്കാൾ വളരെ കൂടുതൽ ചൂടുമുണ്ടാകും. അപ്പോൾ എന്തു പറ്റും? മിസൈല് ആ കൂടുതൽ ചൂട് എവിടെയുണ്ടോ അതിനെ സെൻസ് ചെയ്ത് അതിൻ്റെ വഴിക്കങ്ങ് പോകും. ഇപ്പോൾ ഒരു നായയുടെ മുമ്പിൽ ചോറും മീനും വെച്ചാൽ ആ നായ ഏത് കഴിക്കും? ആ മീൻ കഴിക്കാൻ പോകും. അതുപോലെ തന്നെ ഇതിനെ അതിജീവിക്കാനാണ് റേഡിയോ ഫ്രീക്വൻസി അഥവാ RF സെൻസിങ് മിസൈലുകൾ വന്നത്. വിമാനത്തിൻ്റെ റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ തുടർച്ചയായി റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ റേഡിയോ സിഗ്നലുകളെ സെൻസ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോയി വിമാനത്തെ തകർക്കുക എന്നതാണ് ഈ RF സെൻസിങ് മിസൈലുകൾ ചെയ്യുന്നത്. പക്ഷേ ഈ സിസ്റ്റത്തെയും കബളിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള മിസൈലുകളെ വഴിതെറ്റിക്കാനും കൺഫ്യൂസ് ചെയ്യാനും അതേ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ വിമാനം അയച്ചുകൊണ്ടേയിരിക്കും. ഈ സിഗ്നലുകളും യഥാർത്ഥ സിഗ്നലുകളും എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് അവസാനം തകർക്കാൻ വന്ന മിസൈൽ സ്വയം തകരും. ആധുനിക വിമാനങ്ങളിൽ എല്ലാം ഈ ടെക്നോളജി ഉണ്ട്. അതുക്കും മേലെയുള്ള ടെക്നോളജിയാണ് റഡാർ ഗൈഡഡ് മിസൈലുകളുടേത്. ശത്രുവിൻ്റെ വിമാനത്തെ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റഡാറുകളുടെ ഗൈഡിംഗ് അനുസരിച്ചാണ് ഈ മിസൈലുകൾ പോകുന്നത്. ഈ സിഗ്നലുകളെ മുമ്പ് പറഞ്ഞതുപോലെ കബളിപ്പിക്കാൻ പ്രയാസമാണ്, കഴിയില്ല. അവിടെയാണ് ഈ ടൗഡ് ഡീകോയ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വിമാനത്തിൻ്റെ ചിറകിനടിയിലോ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാവുന്ന രീതിയിലോ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഉപകരണമാണിത്. 100 മീറ്ററോളം നീളത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉള്ള ഒരു റോപ്പും മടക്കി വെച്ചിട്ടുണ്ടാകും. ഈ ഉപകരണത്തിന് വിമാനത്തിന് തുല്യമായതോ അതിൽ കൂടുതലോ ഉള്ള റഡാർ സിഗ്നേച്ചർ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരു റഡാർ അതിനെ തിരിച്ചറിയുന്നത് ഒരു റഫേൽ വിമാനമായിട്ട് തന്നെയായിരിക്കും. ആ രീതിയിലാണ് ആ ഉപകരണത്തിൻ്റെ ഡിസൈൻ ഉള്ളത്. അത് വിമാനത്തിൽ നിന്നും കേബിൾ വഴി നിയന്ത്രിക്കാനും കഴിയും. വിമാനം ഒരു റഡാർ ഗൈഡഡ് മിസൈൽ ലോക്ക് ചെയ്ത് മിസൈൽ ലോഞ്ച് ചെയ്താൽ ഉടൻ
ഈ ഉപകരണം വിമാനത്തിൻ്റെ പിന്നിലേക്ക് തെറിക്കും. വിമാനവുമായി റോപ്പിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് 100 മീറ്റർ പിന്നിലായി വിമാനത്തിനെ പിന്തുടരുകയും ചെയ്യും. അതായത് വിമാനം ഈ സാധനത്തിനെ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നു എന്ന് തന്നെ. വിമാനത്തെ നിരീക്ഷിക്കുന്ന റഡാറിൽ അപ്പോൾ ഒരേ സമയം ഒന്നിലധികം വിമാനങ്ങളുടെ സിഗ്നേച്ചർ പതിയുകയും മിസൈൽ സിസ്റ്റം കൺഫ്യൂഷനിലാവുകയും ചെയ്യും. ഈ കൺഫ്യൂഷൻ ശരിയാക്കാനുള്ള സമയമൊന്നും മിസൈലിന് ലഭിക്കില്ല. അത് വഴിതെറ്റി വല്ല വഴിക്കും പോയി സ്വയം തകരും. കൂടുതൽ ശേഷിയുള്ള മിസൈലാണെങ്കിൽ 100 മീറ്റർ പിന്നിൽ പോകുന്ന ആ ഉപകരണത്തെ വിമാനമാണ് എന്ന് കരുതി തകർക്കും. യഥാർത്ഥ വിമാനം രക്ഷപ്പെടുകയും ചെയ്യും. ഇതിനിടയിൽ വിമാനത്തിലെ റഡാർ തനിക്ക് നേരെ വന്ന മിസൈലിൻ്റെ ആ ട്രാജക്ടറി, ആ പാത ട്രേസ് ചെയ്ത് ശത്രുവിൻ്റെ റഡാറും മിസൈൽ ബാറ്ററികളും ചാരമാക്കും. അതായത് കൂട്ടുകാരെ, രാമായണത്തിൽ ഒരു സ്വർണ്ണമാനായി വന്ന് സീതയെ മോഹിപ്പിച്ച് ശ്രീരാമനെ അകറ്റി രാവണന് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ വഴിയൊരുക്കിയ ഒരു മാരീചനുണ്ടല്ലോ, അത് തന്നെ. ഇവൻ മാരീചനാണ് എന്ന് രാമൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും രാവണൻ സീതയെയും കൊണ്ട് കടന്നിരുന്നു. അങ്ങനെ ശത്രു റഡാറുകളെ കബളിപ്പിച്ച് നശിപ്പിക്കുന്ന മാരീചനാണ് ഈ ടൗഡ് ഡീക്കോയ് സംവിധാനം. അപ്പോൾ കെട്ടിവലിച്ച് കബളിപ്പിക്കുക എന്നതിൻ്റെ സാരം മനസ്സിലായല്ലോ. ഈ സംവിധാനം ആവശ്യം കഴിഞ്ഞാൽ ചുരുട്ടി തിരികെ വെക്കാനും കഴിയും കേട്ടോ. ഇങ്ങനെയൊരു മാരീച വിമാനത്തെ വീഴ്ത്തിയപ്പോൾ പാകിസ്ഥാൻ ശരിക്കും കരുതിയത് അവർ വീഴ്ത്തിയത് യഥാർത്ഥ റഫാലിനെ തന്നെയാണ് എന്നാണ്. മിനിറ്റുകൾക്കകം ഉച്ചാന്തലയ്ക്ക് മിസൈൽ വന്ന് വീണപ്പോഴാണ് മനസ്സിലായത് പണി പാളി മോനേ എന്ന്. അമേരിക്കയും റഷ്യയും ഓഫർ ചെയ്തിട്ടും അടിയന്തിരമായി 5ാം തലമുറ വിമാനം വാങ്ങാൻ ഇന്ത്യ മടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടില്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം റഡാറുകളെ കബളിപ്പിക്കാനുള്ള ശേഷി റഫാലുകൾക്കുണ്ട്. അതും പോരാഞ്ഞ് ഈ മാരീച സാങ്കേതിക വിദ്യയും നമ്മുടെ ഏതൊക്കെ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഉണ്ട്. റഡാറിനെ കബളിപ്പിക്കുക എന്നതാണല്ലോ മുഖ്യം. അത് നല്ല വൃത്തിയായി ചെയ്യാൻ കഴിയുമ്പോൾ എന്തിനാണ് ധൃതി വെച്ച് അന്യായ വില കൊടുത്ത് 5ാം തലമുറ വിമാനം വാങ്ങുന്നത്? നമ്മുടെ സ്വന്തം 5ാം തലമുറ ആംക വിമാനം വരുന്നത് വരെ വേണമെങ്കിൽ കാത്തിരിക്കാൻ കഴിയും. ടൗഡ് ഡീക്കോയ് സംവിധാനമുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അമേരിക്ക, ഇസ്രായേൽ, ഫ്രാൻസ്, ഇപ്പോൾ ഇന്ത്യയും. ചൈനയ്ക്കുണ്ടെന്ന് പറയുന്നു. റഷ്യ പോലും പരീക്ഷണ ഘട്ടത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റഫാൽ വിമാനങ്ങൾക്ക് ഈ വലിയ വില എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്ന കാര്യമാണ്. ഇനി എന്തെല്ലാം ഈ റഫാലിലും സുഖോയിലും തേജസ്സിലുമൊക്കെ ഉണ്ട് എന്നത് ഇപ്പോഴും അതീവ രഹസ്യമാണ്. അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. അങ്ങനെയുള്ള മഹാരഹസ്യങ്ങളുടെ ബലത്തിലാണ് നാം ഒക്കെ സുഖമായി ഉറങ്ങുന്നത്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.